കേരളത്തിൽ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത്ര നാൾ നമ്മൾ ഒരു 10 കൊല്ലമായിട്ട് നമ്മളൊരു ഭരണം കാണുവാണല്ലോ. അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഒരു ചേഞ്ച് എല്ലാവർക്കും റിക്വയർഡാന്ന് തോന്നുന്നുണ്ട്. അത് ഒരു പാർട്ടീനെ ജസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ്ലി മോശം എന്ന് പറഞ്ഞുകൊണ്ടല്ല, പക്ഷേ ചില ആസ്പെക്റ്റിൽ കുറച്ച് ചേഞ്ചുകൾ കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടൊരു മാറ്റം വേണം എന്ന് തോന്നിയിട്ടുണ്ട്. അതെയോ? ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ആയിരിക്കില്ല. ചിലപ്പം 1-2 ഘട്ടങ്ങളും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഭരണമാറ്റം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഭരണമാറ്റം എന്ന് പറയുന്നത് അത് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഡെമോക്രസിയിൽ ഇപ്പം ഒരു പാർട്ടി മാത്രമല്ല ഭരിക്കേണ്ടത്, മാറി മാറി വരണം. അപ്പം അതെന്ന് പറയുന്നത് ഒരു വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അപ്പം ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ് നല്ലതാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ഗവൺമെൻറ് തൃപ്തികരമാണെങ്കിൽ. ആദ്യത്തെ സാറ്റിസ്ഫൈഡ് ആണോ ഈ ഗവൺമെൻറ്, 10 വർഷത്തെ ഗവൺമെൻറ്? ഞാനാണെങ്കിൽ ഞാൻ പുറത്താണ് ജനിച്ച് വളർന്നത്. അപ്പം എനിക്ക് ഈ ബാക്കിയുള്ളവർ പറഞ്ഞറിഞ്ഞതും അതേപോലെ എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ളൊരു ഗവൺമെൻറ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഞാനൊരു അറിയുന്ന പ്രായം തൊട്ട് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ഒരു ഗവൺമെൻറ്റാണ് ഉള്ളത്. അതായത് ഞാൻ രാഷ്ട്രീയം അറിയുന്ന ഒരു സമയം തൊട്ട് എനിക്കതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. വന്നപ്പം കുറച്ച് മാറ്റങ്ങളുണ്ട്. അതേപോലെ തന്നെ അഴിമതികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഒരേപോലെ ആയിരിക്കും. നിഖിൽ, എനിക്ക് തോന്നുന്നു അവസാനം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ത്രെട്ടാണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം UDF ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ആൻഡ് ഇപ്പം ട്രിവാൻഡ്രത്തിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുമുണ്ട്. അതൊക്കെ ഈ ഒരു ഇലക്ഷനിലും ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ഭരണമാറ്റം ഉണ്ടാവാൻ നല്ല രീതിക്കൊരു സാധ്യതയുണ്ട്. അത് ഞാനും ഒരു ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. കാരണം 10 കൊല്ലമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കണേയാണ്. ഇപ്പോൾ ചിലവർക്ക് പല മാറ്റങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ ഒരേ പാർട്ടി തന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നതിനാൽ നമുക്ക് മറ്റു പാർട്ടി ഇതോട് വ്യത്യസ്തമായി എന്ത് ചെയ്യും നമുക്കറിയില്ല. അപ്പോൾ അവരെ ഭരണത്തിൽ കൊണ്ടുവന്നാലാണ് ഇനിയുള്ള ഡിഫറൻ്റായിട്ട് എന്ത് ചെയ്യും കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.